വിദേശ ഇന്ത്യക്കാരുടെ വിദേശ കറൻസികളിലുള്ള സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് വർദ്ധിപ്പിക്കാൻ RBI ബാങ്കുകൾക്ക് അനുമതി നൽകി. 2024 ഡിസംബർ 6 നടന്ന RBIയുടെ മോണിറ്ററി പോളിസി മീറ്റിംഗിലാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടായത്. വിശദാംശങ്ങൾക്കായി വീഡിയോ കാണുക. ഡ്രീംസ്റ്റാറ്റിലേക്ക് സ്വാഗതം. വിദേശ ഇന്ത്യക്കാരുടെ വിദേശ കറൻസികളിലുള്ള സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനാണ് RBI ഇപ്പോൾ ബാങ്കുകൾക്ക് അനുമതി നൽകിയിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, 2025 മാർച്ച് 31 വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് മാത്രമേ ഈ ഒരു ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. മാത്രമല്ല, വിദേശ ഇന്ത്യക്കാരുടെ FCNR നിക്ഷേപങ്ങൾക്ക് മാത്രമാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഡോളർ കൂടുതൽ ശക്തി പ്രാപിച്ചതോടെ രൂപയുടെ മൂല്യം താഴേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ വിപണിയിൽ നിലനിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ വിദേശ മൂലധനം ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിദേശ ഇന്ത്യക്കാരുടെ വിദേശ കറൻസിയിലുള്ള സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് വർദ്ധിപ്പിക്കാൻ RBI തീരുമാനിച്ചത്. FCNR നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് അവയുടെ കാലാവധിക്ക് അനുസരിച്ച് വർദ്ധിപ്പിക്കാനാണ് RBI ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. FCNR ഡെപ്പോസിറ്റ് എന്നാൽ ഫോറിൻ കറൻസി നോൺ റെസിഡന്റ് ഡെപ്പോസിറ്റ് എന്നാണ് അർത്ഥമാക്കുന്നത്. വിദേശ നാണ്യത്തിലുള്ള സ്ഥിര നിക്ഷേപങ്ങൾ അഥവാ ഫിക്സഡ് ഡെപ്പോസിറ്റുകളാണ് FCNR ഡെപ്പോസിറ്റുകൾ. ഇപ്പോൾ ഇന്ത്യയിലെ ബാങ്കുകളിൽ FCNR ഡെപ്പോസിറ്റ് നടത്തിയിട്ടുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്കിന്റെ ആനുകൂല്യം ലഭിക്കില്ല. കാരണം 2024 ഡിസംബർ 6 ശേഷമുള്ള പുതിയ FCNR ഡെപ്പോസിറ്റുകൾക്ക് മാത്രമേ ഉയർന്ന പലിശ നിരക്കിന്റെ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. അതായത് ഈ ഒരു കാലാവധിക്ക് ശേഷം നടത്തുന്ന FCNR ഡെപ്പോസിറ്റുകൾക്ക് മാത്രമേ പുതിയ പലിശ നിരക്ക് ബാധകമാകുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ FCNR ഡെപ്പോസിറ്റുകളുടെ കാലാവധിക്ക് അനുസരിച്ചാണ് പലിശ നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഉദാഹരണമായി 1 വർഷം മുതൽ 3 വർഷത്തിന് താഴെ വരെ കാലാവധിയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്കും കൂടാതെ 3 വർഷം മുതൽ 5 വർഷം വരെ കാലാവധിയുള്ള FCNR സ്ഥിര നിക്ഷേപങ്ങൾക്കുമാണ് ഇപ്പോൾ പലിശ നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുള്ള ഉയർന്ന പലിശ നിരക്കുകൾ 2025 മാർച്ച് 31 വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന കാര്യം ശ്രദ്ധിക്കുക. FCNR ഡെപ്പോസിറ്റുകളുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വിദേശ ഇന്ത്യക്കാർക്ക് മാത്രമേ ഇന്ത്യയിലെ ബാങ്കുകളിൽ FCNR അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. FCNR ഡെപ്പോസിറ്റ് എന്നത് ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് അല്ല, മറിച്ച് അതൊരു സ്ഥിര നിക്ഷേപമാണ്. അതായത് FCNR എന്നത് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടാണ്. വിദേശ നാണ്യത്തിലാണ് FCNR അക്കൗണ്ടുകൾ നിക്ഷേപം നടത്തേണ്ടത്. ഉദാഹരണമായി അമേരിക്കൻ ഡോളർ, യൂറോ, പൗണ്ട്, യെൻ, കനേഡിയൻ ഡോളർ തുടങ്ങിയ വിദേശ കറൻസികളിലാണ് നിക്ഷേപിക്കേണ്ടത്. ഇവയ്ക്ക് ലഭിക്കുന്ന പലിശയും വിദേശ കറൻസിയിലാണ് ബാങ്കുകൾ നൽകുന്നത്. FCNR ഡെപ്പോസിറ്റിൽ നിന്ന് ലഭിക്കുന്ന പലിശയ്ക്ക് ഇൻകം ടാക്സ് നൽകേണ്ട ആവശ്യമില്ല. അത് ടാക്സ് ഫ്രീ ആണ്. അതായത് ആ പലിശ തുകയ്ക്ക് ഇന്ത്യയിൽ ഇൻകം ടാക്സ് നൽകേണ്ട ആവശ്യമില്ല. FCNR ഡെപ്പോസിറ്റുകളുടെ നിക്ഷേപ തുകയും അതിന്റെ പലിശയും നിക്ഷേപകന് എപ്പോൾ വേണമെങ്കിലും വിദേശത്തേക്ക് തിരികെ കൊണ്ടുപോകാൻ സാധിക്കും എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. FCNR ഡെപ്പോസിറ്റുകൾ വിദേശ കറൻസിയിൽ പണത്തെ സൂക്ഷിക്കുന്നതിനാൽ എക്സ്ചേഞ്ചുകളിലെ വിനിമയ നിരക്ക് FCNR ഡെപ്പോസിറ്റുകളെ ബാധിക്കുന്നതല്ല. FCNR ഡെപ്പോസിറ്റുകൾക്ക് ഓരോ ബാങ്കും നൽകുന്ന പലിശ നിരക്കുകൾ നേരിയ വ്യത്യാസം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു FCNR ഡെപ്പോസിറ്റ് നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ ബാങ്കുമായി ബന്ധപ്പെട്ട് അപ്പോൾ നിലവിലുള്ള പലിശ നിരക്ക് എത്രയാണെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രം നിക്ഷേപം നടത്തുന്നതാണ് ഉചിതം. FCNR ഡെപ്പോസിറ്റുകളുടെ പലിശ നിരക്ക് വർദ്ധിപ്പിച്ചതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ വിശദീകരിച്ചത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡ്രീംസ്റ്റാറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.